അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എടുത്ത തീരുമാനം എന്നല്ല, 2 ദിവസം 3 ദിവസം മുമ്പേ എടുത്ത തീരുമാനമാണ്. അങ്ങനെ ഞങ്ങളിത് അമ്പലത്തിൽ വന്നു, തൊഴുതു, ഞങ്ങൾ പുറത്തുനിന്ന് ചായയൊക്കെ കുടിച്ചു, നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ നേരെ തിരിച്ചു വിട്ടു. അപ്പോൾ വിജി വീട്ടിലേക്ക് പോയി, ഞങ്ങളും വീട്ടിലേക്ക് ഇറങ്ങി. കാരണം നാളെ ശിവുവിന് ക്ലാസ് ഉണ്ട്, അപ്പോൾ ലേറ്റായി ശരിയാവില്ല. പിന്നെ പിറ്റേ ദിവസം രാവിലെ ശിവു പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ പല്ല് തേക്കാൻ അങ്ങനെ കാണിക്കണമെങ്കിലും ഞാൻ ഇത് കഴിഞ്ഞ് തേപ്പിച്ച് കൊടുക്കും. അങ്ങനെ ശിവുന് ഫുഡൊക്കെ വാരി കൊടുത്ത് ഞങ്ങളിത് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, ശിവുനൊന്ന് വണ്ടിയിൽ വിടണ്ട, ഞങ്ങൾ കൊണ്ടാക്കാമെന്ന്. എന്താ വെച്ചാൽ മിസ്സിനൊന്ന് കാണാമല്ലോ ശിവ എങ്ങനെയുണ്ട് ക്ലാസ്സിൽ എന്നൊക്കെ ഒന്ന് ചോദിക്കാം. അപ്പോൾ മിസ്സിനെ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ടെങ്കിലും നമുക്കൊന്ന് അറിയണ്ട അവിടെ പോയി എങ്ങനെയാണ് ശിവുവിൻ്റെ കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടിയിട്ട് നേരിട്ടൊന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. ശിവ ക്ലാസ്സിലെത്തിയപ്പോൾ നല്ല കുട്ടിയായിട്ട് ക്ലാസ്സിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളത് പോയിട്ട് കളക്ട് ചെയ്തു. പിന്നെ വൈകുന്നേരം ശിവ വന്നു, ശിവനും കുട്ടി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.